ഹായ്, ഷോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സംഭവ വികാസത്തിൽ തായ്വാനെ വലയം ചെയ്യുന്ന പുതിയ അഭ്യാസങ്ങൾ ചൈന ആരംഭിച്ചു. തായ്വാൻ സ്വാതന്ത്ര്യത്തിന്റെ പിന്തുണക്കാരനായി കണക്കാക്കപ്പെടുന്ന സ്വയംഭരണ ദ്വീപിന്റെ പുതിയ പ്രസിഡന്റ് ലായ് ചിങ്-തെയുടെ തിരഞ്ഞെടുപ്പിനും ഉദ്ഘാടനത്തിനും മറുപടിയായി വ്യാഴാഴ്ച പുലർച്ചെയാണ് അഭ്യാസങ്ങൾ ആരംഭിച്ചത്. ചൈന തായ്വാനെ ഒരു വേർപിരിയൽ പ്രവിശ്യയായാണ് വീക്ഷിക്കുന്നത്. അതിനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ബലപ്രയോഗം നടത്തുമെന്ന് പണ്ടേ ഭീഷണിപ്പെടുത്തിയിരുന്നു. പുതിയ അഭ്യാസങ്ങൾ തായ്വാനും അതിന്റെ സഖ്യകക്ഷികൾക്കുമുള്ള മുന്നറിയിപ്പായാണ് കാണുന്നത്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സമയത്താണ് ഇത്. പ്രകോപനപരവും അസ്ഥിരപ്പെടുത്തുന്നതുമായ പരിശീലനങ്ങളെ അമേരിക്ക അപലപിച്ചു. തായ്വാന് പിന്തുണ പ്രഖ്യാപിച്ച യുഎസ് യുദ്ധക്കപ്പലുകളും മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. തായ്വാനെ ചൈനയിൽ നിന്ന് വേർതിരിക്കുന്ന ഇടുങ്ങിയ ജലാശയമായ തായ്വാൻ കടലിടുക്കിലാണ് ഡ്രില്ലുകൾ നടക്കുന്നത്. അഭ്യാസങ്ങളിൽ ലൈവ് ഫയർ ഡ്രില്ലുകൾ, എയർ കോംബാറ്റ് വ്യായാമങ്ങൾ, ആംഫിബിയസ് ലാൻഡിംഗ് എന്നിവ ഉൾപ്പെടുന്നു. ഡ്രില്ലുകൾ ദിവസങ്ങളോളം നീണ്ടുനിൽക്കുമെന്നാണ് കരുതുന്നത്. അതിനപ്പുറം ചൈനയുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമല്ല. എന്നാൽ അഭ്യാസങ്ങൾ ചൈനയും തായ്വാനും തമ്മിലുള്ള സൈനിക സംഘർഷത്തിനുള്ള സാധ്യതയെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്.